ക്ലാസ്മേറ്റ്സിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ സയൻസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഫുള്ള് ഇന്ന് പഠിക്കാൻ പോകുന്നത്. 5ാം ക്ലാസ്സിൽ ആകെ 10 ചാപ്റ്ററുകളായിട്ടാണ് സയൻസ് ഉള്ളത്. അത് മുഴുവൻ ഇന്ന് നമുക്ക് ഒറ്റ വീഡിയോയിൽ തീർക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലെ പല ചോദ്യങ്ങളും റാങ്ക് ഫയലുകളിൽ നമുക്ക് ലഭ്യമാകുന്ന ക്വസ്റ്റ്യനുകളാണെങ്കിൽ പോലും റാങ്ക് മേക്കിംഗ് എന്നുള്ള രീതിയിൽ ഇതിൽ നിന്നും ചില ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ആ സാധ്യത എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തുള്ള ചില വരികൾ അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. റാങ്ക് ഫയൽ പഠിച്ചു പോകുന്നവർ അതിനൊപ്പം തന്നെ ഈ ക്ലാസ്സുകളും ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് പരീക്ഷകളിൽ ഉയർന്ന മാർക്കുകൾ മേടിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ ക്ലാസ്സുകൾ റാങ്ക് ഫയൽ പഠിക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ ഈ വോയിസ് കേൾക്കുക. എന്റെ വോയിസ് അത്ര നല്ല വോയിസ് അല്ല എങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ എന്റെ സൗണ്ട് നോക്കണ്ട. നിങ്ങൾ ഈ ഓഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടാൽ മാത്രം മതി. ഒഴിവ് സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ ക്ലാസ്സുകൾ കേൾക്കുക. കൂടുതൽ മാർക്ക് മേടിക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 5ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ് സസ്യലോകത്തെ അടുത്തറിയാം. ബയോളജി എന്ന് പറയുന്ന ഭാഗത്തിലെ ബോട്ടണിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സസ്യശാസ്ത്രം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്ന ഭാഗം. എല്ലാവർക്കും അറിയാം, സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ്. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്ന ഭാഗം ഇലകൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണ് സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് വിളിക്കുന്നത്, അല്ലെ? സ്വപോഷികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായി ആഹാരം നിർമ്മിച്ചാൽ സ്വപോഷികളാകും. അപ്പോൾ സസ്യങ്ങൾ ഒരു സ്വപോഷികളാണ്. അപ്പോൾ ഓപ്ഷനിൽ സ്വപോഷികൾ തന്നിട്ട് സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു വെച്ചാൽ സ്വപോഷികൾ എന്നാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യമാണ്: സസ്യങ്ങൾ ഇലകളിൽ വെച്ച് ആഹാരം പാചകം ചെയ്യുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണം. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന അതിന്റെ മലയാളമാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണവസ്തു ആണ് ഹരിതകം. അപ്പോൾ സസ്യങ്ങൾ ഇലകളിൽ വെച്ച് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടുകൂടിയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പോൾ സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമാണ്, ഹരിതകവും ആവശ്യമാണ്. അതിന്റെ വർണ്ണവസ്തുവാണ് ഹരിതകം. മറ്റൊരു സഹായകമായ വസ്തുവാണ് സൂര്യപ്രകാശം. ഇങ്ങനെ സൂര്യപ്രകാശത്തിൽ പ്രകാശ സംശ്ലേഷണത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന വസ്തുവാണ് ഗ്ലൂക്കോസ്. എന്ത് ഉൽപ്പന്നമാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ് ഉണ്ടാകുന്നത്. ആ ഗ്ലൂക്കോസിനോടൊപ്പം നമുക്ക് ഓക്സിജനും ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ ഗ്ലൂക്കോസിനോടൊപ്പം ലഭിക്കുന്ന ഉൽപ്പന്നമാണ് ഓക്സിജൻ. ഈ പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശം ആവശ്യമായതുകൊണ്ട് തന്നെ പകൽ സമയത്ത് മാത്രമേ ഈ പ്രകാശ സംശ്ലേഷണം നടക്കുകയുള്ളൂ. അപ്പോൾ പകൽ സമയത്ത് സസ്യങ്ങൾ ഈ പ്രകാശ സംശ്ലേഷണത്തിന് സൂര്യപ്രകാശത്തിനോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ സൂര്യപ്രകാശത്തോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡ് കൂടെ സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്ന ഏത് സമയത്താണ്? പകൽ സമയത്തേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് പകൽ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നത് ഓക്സിജനാണ്, സ്വീകരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ വലിച്ചെടുക്കുന്നത്. അകത്തേക്ക് എടുക്കുന്നത് ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ്. ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതേ രൂപത്തിലല്ല സസ്യങ്ങൾ സംഭരിക്കുന്നത്. അത് അന്നജം എന്ന് പറയുന്ന രൂപത്തിലാണ് സസ്യങ്ങളിൽ നിലകൊള്ളുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് ഏത് രൂപത്തിൽ മാറ്റപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നജം എന്ന് പറയുന്ന രൂപത്തിലാണ് ഇത് മാറ്റപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം, സസ്യങ്ങൾ ഓക്സിജനും സ്വീകരിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും അത് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. അത് 2 സമയങ്ങളിലാണ് എടുക്കുന്നത്, അല്ലെ? ശ്വസിക്കുന്നതിന് എപ്പോഴും നമ്മൾ ഓക്സിജനാണ് സ്വീകരിക്കുന്നത്. ഏത് ജന്തുക്കളായാലും ഏത് ജീവജാലങ്ങളായാലും ശ്വസിക്കുന്നതിന് ഓക്സിജനാണ് എടുക്കുന്നത്. ശ്വസന ശേഷം നിശ്വാസവായുവിലൂടെ നമ്മൾ പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമായിരിക്കും. അപ്പോൾ സസ്യങ്ങളും അതുപോലെ തന്നെയാണ്. സസ്യങ്ങൾ ശ്വസിക്കാനായിട്ട് ഓക്സിജനും, എന്നാൽ സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? അതിന്റെ പ്രകാശ സംശ്ലേഷണ സമയത്താണ്. അത് ആഹാരം നിർമ്മിക്കാൻ വേണ്ടി മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നുള്ളൂ. അതും പകൽ സമയത്ത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അതിന് ആഹാര നിർമ്മാണം സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ പുറത്തുവിടുന്നു. എന്നാൽ രാത്രി സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഇത് ഒരു വസ്തുതയാണ്. അത് പലർക്കും തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അത് ഒന്ന് മനസ്സിൽ ഓർത്തെക്കുക. ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ.
ഇലകളിൽ വാതക വിനിമയം നടക്കുന്ന ചെറിയ സുഷിരങ്ങളെ നമ്മൾ ആസ്യരന്ധ്രങ്ങളാണ് വിളിക്കുന്നത്. വാതക വിനിമയം വെച്ചാൽ ഓക്സിജൻ അകത്തേക്ക് സ്വീകരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുക, കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് സ്വീകരിക്കുന്ന ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന, അങ്ങനെയുള്ള വാതകത്തെ അകത്തേക്കും പുറത്തേക്കും വിടാനുള്ള വിനിമയം നടത്തുന്ന ചെറിയ സുഷിരങ്ങളെ ആസ്യരന്ധ്രങ്ങൾ വിളിക്കാം. ഈ ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുന്ന ഈ സുഷിരങ്ങളോട് തന്നെയാണ് സസ്യത്തിനകത്തുള്ള ജലവാംശം, ഈ ജലത്തുള്ളികൾ പുറത്തേക്ക് വരുന്നതും ഈ ആസ്യരന്ധ്രങ്ങളിലൂടെ തന്നെയാണ്. അപ്പോൾ ഈ സുഷിരങ്ങളെ നമ്മൾ വിളിക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ എന്നാണ്. ഇംഗ്ലീഷിൽ സ്റ്റൊമാറ്റ എന്ന് പറയും. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് ഹരിതകം എന്ന് പറയുന്നത്. ആഹാര നിർമ്മാണത്തിനാണ് ഏറ്റവും ആവശ്യമുള്ള ഘടകമാണ് ഹരിതകം. സസ്യങ്ങളെ ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുമല്ലോ, അതിന് ഏറ്റവും ആവശ്യമായ വസ്തു ഹരിതകമാണ്. സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനായിട്ട് ഈ ഹരിതകം നല്ല ആവശ്യമാണ്. ഹരിതകം കൂടുതൽ കാണപ്പെടുന്ന ഇലകളിൽ വെച്ച, അതുകൊണ്ടല്ലേ ഇലകളിൽ വെച്ച് നമ്മൾ ആഹാരം പാചകം ചെയ്യുന്നത്. സസ്യങ്ങൾ ഇലകളിൽ വെച്ച് ആഹാരം പാചകം ചെയ്യുന്നത് അവിടെ ഹരിതകത്തിന്റെ സാധ്യത ഉള്ളതുകൊണ്ടാണ്. ഈ സസ്യങ്ങളുടെ ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കും ഒക്കെ പല പല കളറുകളാണല്ലോ, പല നിറങ്ങളാണ്. ആ നിറങ്ങൾ നൽകുന്നത് സസ്യത്തിലെ വർണ്ണകങ്ങളാണ്. ഓരോ ഭാഗത്തിനും ഓരോ കളർ നൽകുന്ന വർണ്ണകങ്ങളാണ്. അപ്പോൾ പരീക്ഷയിൽ മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഓരോ വർണ്ണകങ്ങളും അത് നൽകുന്ന നിറവും. അപ്പോൾ സസ്യത്തിലെ മഞ്ഞ നിറം നൽകുന്ന ഭാഗമാണ് വർണ്ണകമാണ് സാന്തോഫിൽ. സാന്തോഫിൽ എന്ന് പറയുന്ന വർണ്ണകം മഞ്ഞ നിറമാണ് നൽകുന്നത്. കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിലമാണ് കരോട്ടിൻ നൽകുന്നത്. ചുവപ്പ് നിറം. അപ്പോൾ ഈ 3 വർണ്ണകങ്ങളാണ് സ്കൂൾ പാഠപുസ്തകത്തിലുള്ളത്. ഈ 3 വർണ്ണകങ്ങളും ഒന്ന് ഓർത്തിരിക്കുക. സാന്തോഫിൽ എന്ന് പറയുന്നത് മഞ്ഞ നിറം, കരോട്ടിൻ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറം, ആന്തോസയാനിൻ ചുവപ്പ്. അപ്പോൾ ഇത് 3 ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ സസ്യങ്ങളുടെ ശ്വസനവും സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണം നമ്മൾ പഠിച്ചു. ശ്വസന സമയത്ത് സ്വീകരിക്കുന്നത് ഓക്സിജനും പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ആഹാരം നിർമ്മിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ പുറത്തുവിടുന്നു. അതുകൊണ്ടാണ് പകൽ സമയത്ത് നമ്മൾ ഈ മരങ്ങളുടെയൊക്കെ ചുവട്ടിലിരിക്കുന്നത് ധാരാളം ഓക്സിജൻ നമുക്ക് കിട്ടുന്നത് കൊണ്ട് പകൽ സമയത്ത് ഇരിക്കുന്ന നമുക്ക് ഉന്മേഷം നൽകുന്നത്. എന്നാൽ രാത്രി കാലങ്ങളിൽ ഒരിക്കലും ഈ സസ്യങ്ങളുടെ ചുവട്ടിൽ ഇരിക്കരുത് എന്ന് പറയുന്നതും ഇതേ കാരണം കൊണ്ടാണ്. രാത്രി കാലങ്ങളിൽ ശ്വസനമാണ് നടക്കുന്നത്, അതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തുവിട്ടത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. രാത്രി കാലങ്ങളിൽ സസ്യങ്ങളുടെ ചുവട്ടിൽ ഇരിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികളെ ആ വളർത്തുന്ന ഉദ്യാനങ്ങളെ നമ്മൾ ഓർക്കിഡേറിയം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കിഡേറിയം എന്ത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളാണ്? ഓർക്കിഡ്. അത് വാക്കിൽ തന്നെ ഉണ്ട്. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനങ്ങളാണ് ഓർക്കിഡേറിയം. അപ്പോൾ ഒരു ഓർക്കിഡിന് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ മരവാഴ. അപ്പോൾ ഓപ്ഷനിൽ 4 ഓപ്ഷൻ ഉണ്ടിട്ട് അതിനകത്ത് മരവാഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ മരവാഴ എന്ന് പറയുന്നത് ഓർക്കിഡ് വിഭാഗത്തിന് ഉദാഹരണമാണ്. ഓർക്കിഡ് വിഭാഗത്തിന് ഉദാഹരണം താഴെ പറയുന്ന ഏത് എന്ന് ചോദിച്ചാൽ മരവാഴയാണ് ഓർക്കിഡ് വിഭാഗത്തിന് ഉദാഹരണം. നമുക്കറിയാം, ഒരു സസ്യത്തിൽ മറ്റൊരു സസ്യം അല്ലെങ്കിൽ മറ്റൊരു ജീവജാലം, മറ്റൊരു സസ്യം അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് വസ്തുക്കൾ കാണും, അല്ലെ? അപ്പോൾ വാസസ്ഥലത്തിനായിട്ട് മാത്രമാണ് ഒരു സസ്യം മറ്റൊരു സസ്യത്തെ ആശ്രയിക്കുന്നതെങ്കിൽ അതിനെ എപ്പിഫൈറ്റുകൾ എന്ന് പറയും. അപ്പോൾ അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എന്ത് പറയുന്നു? സസ്യങ്ങളെ നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയണം. എപ്പിഫൈറ്റുകൾ. ഇനി അടുത്ത സെക്ഷൻ പരാഗ സസ്യങ്ങളാണ്, അല്ലെ? പരാഗ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇലയും വേരുകളും ഉണ്ടെങ്കിലും ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്ത് ആഹാരം നിർമ്മിക്കുന്നവയാണ് പരാഗസസ്യങ്ങൾ. അത് 2 തരത്തിലുള്ള പരാഗസസ്യങ്ങളുണ്ട് നമുക്കറിയാം. അർദ്ധപരാഗവും പൂർണ്ണപരാഗവും ഉണ്ട്. അപ്പോൾ ഇത്തിൽ കണ്ണി, മൂടില്ലാത്താളിയൊക്കെ ഈ പരാഗസസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അതിൽ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് അത്ര വിഷയമുള്ള സാധനമല്ല. അയാള് പൂർണ്ണമായിട്ടും ഈ ആതിഥേയ സസ്യത്തിന്റെ നിർമ്മിച്ചു വെച്ച ആഹാരം വലിച്ചെടുക്കത്തില്ല. ഈ സസ്യത്തിൽ നിന്നുള്ള ജലവും ലവണവും വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടായിക്കോളും. ആഹാരം സ്വന്തമായിട്ടാണ് നിർമ്മിക്കുന്നതെങ്കിൽ അത് അർദ്ധപരാഗമാണ്. എന്നാൽ മൂടില്ലാത്ത ആളി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടത് അതൊക്കെ പൂർണ്ണപരാഗത്തിന്റെ വിഭാഗത്തിൽ വരുന്നതാണ്. ഈ പൂർണ്ണപരാഗമാകുമ്പോൾ അത് ഏത് സസ്യത്തിലാണോ ജീവിക്കുന്നത് ആ സസ്യം നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആഹാരം എടുത്താൽ കഴിക്കും. അപ്പോൾ സ്വന്തമായി നിർമ്മിക്കാതെ ആതിഥേയ സസ്യത്തിന്റെ ആഹാരം എടുക്കുന്നതിനാണ് പൂർണ്ണപരാഗങ്ങൾ. എന്നാൽ ആതിഥേയ സസ്യത്തിൽ നിന്നുള്ള ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നതാണ് അർദ്ധപരാഗങ്ങൾ. അർദ്ധപരാഗത്തിന് ഉദാഹരണം ഇത്തിൽക്കണ്ണി, പൂർണ്ണപരാഗത്തിന് ഉദാഹരണം മൂടില്ലാത്താളി. അപ്പോൾ മൂടില്ലെന്ന് ഓർത്ത് മതി. മൂടുണ്ടെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ മൂടില്ല, അത് ഡയറക്റ്റ് ആതിഥേയ സസ്യത്തിന്റെ ആഹാരം ഡയറക്റ്റ് വലിച്ചെടുത്ത് ജീവിക്കുന്ന സാധനമാണ്. അപ്പോൾ അർദ്ധപരാഗവും പൂർണ്ണപരാഗവും കഴിഞ്ഞു.
ഇനി ശവോപജീവികളുണ്ട്. ശവം, ജീർണാവശിഷ്ടങ്ങൾ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്ന വളരെ സസ്യങ്ങളെ ശവോപജീവികൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ മണ്ണിൽ കലരുന്ന ജീർണിച്ചു കിടക്കുന്ന വസ്തുക്കളിൽ നിന്ന് ആഹാരം അല്ലെങ്കിൽ പോഷകഘടകങ്ങൾ സ്വീകരിച്ച് വളരുന്ന സസ്യങ്ങളെ എന്താ പറയുന്നത്? ശവോപജീവികൾ എന്നാ പറയുന്നത്. അത്തരത്തിൽ സസ്യങ്ങൾ ഉദാഹരണമുണ്ട് നിയോട്ടിയ മോണോട്രോപ്പ. ഈ നിയോട്ടിയ മോണോട്രോപ്പ എന്നീ പറയുന്ന സസ്യങ്ങൾ ശവോപജീവികൾക്ക് ഉദാഹരണമാണ്. ശവോപജീവികൾക്ക് ഇംഗ്ലീഷ് സാപ്രോഫൈറ്റ്സ്. അപ്പോൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്ന ശവോപജീവികളാണ് നിയോട്ടിയും മോണോട്രോപ്പയും. ഈ റൊട്ടിയിലും അച്ചാറിലുമൊക്കെ വരുന്ന പൂപ്പലുകളില്ലേ, അതൊക്കെയാണ് ഈ ശവോപജീവികൾക്ക് ഉദാഹരണം. നമ്മൾ റൊട്ടി, അച്ചാർ, ആഹാര സാധനങ്ങളിലൊക്കെ ജീർണിക്കുമ്പോൾ അതിനകത്ത് കടക്കുന്ന പൂപ്പലുകളാണ് ഈ ശവോപജീവികൾ. അതിന് ഉദാഹരണം നിയോട്ടിയ മോണോട്രോപ്പയൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഈ റൊട്ടിയിലും അച്ചാറിലുമൊക്കെ കാണുന്ന പൂപ്പലുകൾ എന്ന് പറയുന്നത് സസ്യഭാഗത്തിൽ പെടുന്നില്ല. അത് സസ്യഭാഗത്തിൽ പെടുന്നതല്ല, അത് ജന്തുവിഭാഗത്തിൽ പെടുന്നവയാണ്. എന്നാൽ സസ്യഭാഗത്തിൽ പെടുന്ന നിയോട്ടിയ മോണോട്രോപ്പ എന്നിവയൊക്കെയാണ്. കൂണുകൾ എന്ന് പറയുന്നതും ഒരു തരത്തിലുള്ള പൂപ്പലുകളാണ്. നമ്മുടെ ഈ ചെടികളിലൊക്കെ ഈ ജീർണിച്ച തടികളിലൊക്കെ കാണപ്പെടുന്ന പൂപ്പലുകളുണ്ടല്ലോ, അതും ഈ കൂണുകളും പൂപ്പലുകൾ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ തടികളിലൊക്കെ വരുന്ന കൂണുകളും പൂപ്പലുകൾ വിഭാഗത്തിൽ വരുന്ന ശവോപജീവികളാണ്. ആരോഹികൾ അഥവാ ക്ലൈംബേഴ്സ്, മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളെ ആരോഹികൾ എന്ന് പറയാം. അപ്പോ കുരുമുളക്, പാവല്, പടവലം തുടങ്ങിയ സസ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ആരോഹികൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ആരോഹികൾ അതടുത്ത ടോപ്പിക്കാണ്. ആരോഹികൾ എന്താണ്? അപ്പോ മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബല കാണ്ഡ സസ്യങ്ങളെ ആരോഹികൾ എന്ന് പറയുന്നു. കുരുമുളക്, പാവൽ, പടവലം ഇതൊക്കെ ആരോഹികൾക്ക് ഉദാഹരണമാണ്. ഇനി പ്രധാനങ്ങൾ എന്താണെന്ന് നോക്കാം. ടെൻഡ്രിൽ, താങ്ങുകളിൽ ചുറ്റിപ്പിടിക്കുന്നതിനായിട്ട് ആരോഹികളിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് പോലെയുള്ള പ്രധാനങ്ങൾ എന്ന് പറയും. ഇപ്പൊ ആരോഹികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുരുമുളക് ഉദാഹരണം എടുക്കാം. കുരുമുളക് ഇങ്ങനെ ഏതെങ്കിലും ഒരു മരത്തിലൊക്കെ പറന്ന് കയറുക. ഈ പറന്ന് പോകുന്നതിന്റെ ഇടയ്ക്ക് സ്പ്രിംഗ് പോലത്തുള്ള ചെറിയ ഭാഗങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും ഇല്ലേ? അതെന്ന് വെച്ചാൽ പിടിച്ചു പോകാൻ വേണ്ടിയുള്ള സ്പ്രിംഗ് ഭാഗത്തിലുള്ള ചുറ്റി കിടക്കുന്നതാണ്. അത്തരത്തിലുള്ള സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങൾ നമ്മൾ പ്രധാനങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ ആരോഹികൾ എന്ന് പറയുന്നത് ചെടിയാണ്. ആ ചെടി കുരുമുളക്, പാവൽ, പടവലം പോലുള്ള മറ്റുള്ള വള്ളിയിലോ മരങ്ങളിലോ ഒക്കെ പറന്ന് കയറിപ്പോകും. ഈ പറന്നു പോകാൻ അതിനെ സഹായിക്കുന്ന സ്പ്രിംഗ് പോലുള്ള ഭാഗങ്ങളെ നമ്മൾ പ്രധാനങ്ങൾ എന്ന് വിളിക്കാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മരങ്ങളിൽ കയറിപ്പോകും. എന്നാൽ മണ്ണിലൂടെ എഴഞ്ഞെഴിഞ്ഞു പോകുന്ന ദുർബല കാണ്ഡമുള്ള സസ്യങ്ങളുണ്ടല്ലോ, നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെ നമ്മൾ എന്താ ഇഴവള്ളികൾ എന്നറിയപ്പെടുന്നു ഇല്ലേ? നിലത്ത് പടർന്നു പോകുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണെങ്കിൽ ഇഴവള്ളികൾ, മരത്തിലോ വള്ളിയിലോ ഒക്കെ പടർന്നു പോകുന്നതിനെ നമ്മൾ ആരോഹികൾ എന്ന് വിളിച്ചു. ഈ നിലത്ത് പടർന്നു പോകുന്ന ഇഴവള്ളികൾക്ക് ഉദാഹരണങ്ങളാണ് മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി. അപ്പോൾ മധുരക്കിഴങ്ങ്, കൊടങ്ങൽ, സ്ട്രോബെറി ഒക്കെ നിലത്ത് പടർന്നു പോകുന്നതാണ്. ഇവയ്ക്ക് പ്രധാനങ്ങളോ വേരുകളോ ഒന്നുമില്ല. പക്ഷെ നമ്മളെ നേരത്തെ പറഞ്ഞ ആരോഹികൾ എന്ന് പറയുന്നതുണ്ടല്ലോ, മരത്തിൽ പറ്റിപ്പിടിച്ചു അതിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രധാനങ്ങളുണ്ട്, പറ്റുവേരുകളുണ്ട് അല്ലെ? മരത്തിൽ പറ്റി പിടിച്ചു പോകുന്ന പറ്റുവേരുകളും സപ്പോർട്ടിങ്ങിനായിട്ട് ഈ പ്രധാനങ്ങൾ എന്ന് പറയുന്ന സ്പ്രിംഗ് രൂപത്തിലുള്ള ഭാഗങ്ങളുണ്ട്. എന്നാൽ ഇഴവള്ളികൾക്ക് അതൊന്നുമില്ല, ഇഴഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല. അതിന് ഉദാഹരണം എന്താ പറഞ്ഞത്? മധുരക്കിഴങ്ങ്, കൊടങ്ങല്, സ്ട്രോബെറി ഇതൊക്കെ എന്താ ഇഴവള്ളികൾക്ക് ഉദാഹരണമാണ്. ഇനി ഒരുപാട് പരീക്ഷകളിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യാണ് താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും. അപ്പോൾ താഴെ പറഞ്ഞാൽ താങ്ങുവേരുള്ള സസ്യം ഏത്, അല്ലെങ്കിൽ പൊയ്ക്കാൽ വേരുള്ള സസ്യം ഏത് എന്നൊക്കെ നമുക്ക് ഈ സയൻസ് ഭാഗത്ത് നമ്മൾ കേട്ടുള്ള ക്വസ്റ്റ്യനാണ്. ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? മണ്ണിന് മുകളിൽ കാണപ്പെടുന്ന അത്തരം വേരുകളെ നമ്മൾ താങ്ങുവേരുകളും പൊയ്ക്കാൽ വേരുകളും എന്ന് പറയും. അപ്പോൾ താങ്ങുവേരുകളോ പൊയ്ക്കാൽ വേരെന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിന് മുകളിൽ കാണുന്ന വേരുകളാണ്. നമുക്ക് മണ്ണിനടിയിൽ വേരുണ്ട്, അതെന്താണ്? ജലവും ലവണവും വലിച്ചെടുക്കാനായിട്ട് സസ്യങ്ങളെ സഹായിക്കുന്നല്ലേ വേരുകൾ. എന്നാൽ ഇവിടെ പറയുന്ന ഈ താങ്ങുവേരും പൊയ്ക്കാൽ വേരും എന്ന് പറയുന്നത് ഈ ജലവും ലവണവും വലിച്ചെടുക്കാനല്ല സഹായിക്കുന്നത്. അത് സസ്യങ്ങളെ താങ്ങി നിർത്താനാണ് സഹായിക്കുന്നത്. ഒരു താങ്ങ് കൊടുക്കാനായിട്ടാണ് ഈ രണ്ട് വേരുകൾ ഉപയോഗിക്കുന്നത്. ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളരുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. നമ്മളെ പേരാലില്ലേ, അപ്പോ അമ്പലങ്ങളിലൊക്കെ കാണുന്ന പേരാലില്ലേ, നമ്മളെ അതിന്റെ ശിഖരങ്ങളിൽ നിന്നും താഴോട്ടൊരു വേരിങ്ങനെ തൂണ് പോലെ കിടക്കും. ആ വേരുകളെ നമ്മൾ താങ്ങുവേരുകൾ എന്ന് പറയാം. എന്നാൽ തണ്ടിൽ നിന്നും താഴേക്ക് വരുന്ന വേരുകൾ, ശിഖരങ്ങളല്ല തണ്ട്, അപ്പോൾ ചെടിയുടെ തണ്ടിൽ നിന്നും താഴോട്ട് കിടക്കുന്ന വേരുകളെ പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയും. അതാണ് നമ്മുടെ ഈ തോട്ടിന്റെയൊക്കെ കരയിൽ നിൽക്കുന്ന
നദികളുടെയൊക്കെ കരയിൽ നിൽക്കുന്ന നമ്മുടെ കൈത ഉണ്ടല്ലോ, ആ കൈതയുടെ ഒക്കെ തണ്ടിൽ നിന്നാണ് ഒരു വേര് താഴ്ത്തിറങ്ങുന്നത്. അത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകളെന്നും ശിഖരങ്ങളിൽ താഴ്ത്തിറക്കുന്ന വേരുകളെ താങ്ങ് വേരുകളെന്നും. ഇപ്പൊ താങ്ങ് വേര് ഉദാഹരണം പേരാലും പൊയ്ക്കാൽ വേരിന് ഉദാഹരണം ആറ്റുകൈതയുമാണ്. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് നോട്ട് ചെയ്യുക. അടുത്തത് നമ്മൾ കണ്ടൽ ചെടികളുണ്ട് അല്ലെ. നമുക്കറിയാം കണ്ടൽ ചെടികൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കണ്ടൽ ചെടികൾ പരിസ്ഥിതിയും പരിസ്ഥിതി ശാസ്ത്രവും എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്ന ഭാഗമാണ് കണ്ടൽ ചെടികൾ. അപ്പോൾ ഈ സ്കൂൾ ടെസ്റ്റിൽ പറയുന്നത് 5ാം ക്ലാസ്സിൽ പറയുന്നത് എന്താണ്? ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളെ നമ്മൾ കണ്ടൽ ചെടികൾ എന്ന് പറയുന്നു. അത് മാത്രമാണ് പറയുന്നത്. എന്നാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്താണ്, പീറ്റ് മണ്ണിൽ വളരുന്നതാണ്. അപ്പോൾ കണ്ടൽച്ചെടികൾക്ക് അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണാണ്. അതൊക്കെ നമ്മൾ റാങ്ക് ഫയലുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് എന്താ പറയുന്നുള്ളൂ? ചതുപ്പ് നിലങ്ങളിൽ വരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽച്ചെടികൾ. അത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ കൂടുതൽ വസ്തുക്കൾ പഠിച്ചിട്ടുണ്ടല്ലേ. കണ്ടൽ മ്യൂസിയം എവിടെയാണ്, അല്ലെങ്കിൽ കണ്ടൽ ഗവേഷണ കേന്ദ്രം കൊല്ലം ജില്ലയിലെ 1000 തെങ്ങ്. കണ്ടൽ ഗവേഷണ കേന്ദ്രം കൊല്ലം ജില്ലയിലെ 1000 തെങ്ങിനാണെന്നുണ്ടെങ്കിൽ കണ്ടൽ മ്യൂസിയം ചെയ്യുന്നത് കോഴിക്കോടാണ്. അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെ. കല്ലേൽ പൊക്കുടൻ എന്ന് പറയുന്നത് കണ്ടൽ വനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച കണ്ണൂർ ജില്ലയിലെ കല്ലേൽ പൊക്കുടൻ. ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള കേരളത്തിലെ ജില്ല കണ്ണൂര്. ഇന്ത്യയിൽ വരുമ്പോൾ എവിടാണ്? പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ സെൽറ്റയൊക്കെ, പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ സെൽറ്റ അല്ലെ. അവിടെയൊക്കെ കണ്ടൽച്ചെടികൾ ഏറ്റവും കൂടുതൽ വളരുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെയാണ് നമ്മൾ കണ്ടൽച്ചെടികളുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാൾ, അത് കഴിഞ്ഞാൽ ഗുജറാത്ത് ഒക്കെയാണ് കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് ചതുപ്പ് നിലങ്ങളിൽ വരുന്ന പ്രത്യേക സസ്യങ്ങൾ കണ്ടൽച്ചെടികൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവയ്ക്കുണ്ട് ശ്വസന വേരുകളുണ്ട് അല്ലെ. കണ്ടൽച്ചെടിയുടെ വേരിന്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളെ ശ്വസന വേരുകൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച എന്താണ്? താങ്ങ് വേരും പൊയ്ക്കാൽ വേരും. അതുകൂടാതെ വേറൊരു വേര് കൂടെ വരികയാണ് ശ്വസന വേര്. ഈ ശ്വസന വേര് കാണപ്പെടുന്നത് നമ്മുടെ കണ്ടൽച്ചെടികൾക്ക് വാതക വിനിമയത്തിന് എന്ന് വെച്ചാൽ ആ ഓക്സിജൻ സ്വീകരിക്കുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നതിനൊക്കെ സഹായിക്കുന്നത് ഈ വേരുകളാണ്. അത് വായുവിലോട്ട് ഉയർന്നു നിൽക്കും, മണ്ണിന്റെ അടിയിലോട്ട് പോകത്തില്ല, ഇച്ചിരി ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിനെ ശ്വസന വേരുകൾ എന്ന് വിളിക്കുന്നു. ഇനി സംഭരണ വേരുകളുണ്ടല്ലോ. വേരുകളിൽ അന്നജം, അതാണ് നമ്മൾ പറഞ്ഞല്ലോ പ്രകാശ സംശ്ലേഷണപരമായിട്ട് ഗ്ലൂക്കോസ് നിർമ്മിച്ച് അത് അന്നജത്തിന്റെ രൂപത്തിലെ സസ്യങ്ങളിൽ സംഭരിക്കുന്നത്. ആ സംഭരിക്കുന്നത് വേരുകളിൽ സംഭരിച്ചു വെക്കുന്നതിനെ അത്തരം വേരുകളെ സംഭരണ വേരുകൾ എന്ന് വിളിച്ചു അല്ലെ. അപ്പോൾ വേരുകളിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. സംഭരണ വേരുകൾക്ക് ഉദാഹരണം താഴെ പറയുന്നതിൽ ഏതാണ്? പരീക്ഷയ്ക്ക് എല്ലാ ക്വസ്റ്റ്യനും വരാറുണ്ട്. മഞ്ഞള്, ഇഞ്ചി, മരച്ചീനി ഒക്കെ, ഉരുളക്കിഴങ്ങൊക്കെ തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മരച്ചീനിയാണ്. സംഭരണ വേരുകൾക്ക് ഉദാഹരണം മരച്ചീനിയാണ്. എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല, രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. നമ്മൾ നേരത്തെ ഓപ്ഷനിൽ പറഞ്ഞ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? അത് വേരിലല്ല സംഭവിക്കുന്നത്, കാണ്ഡത്തിലാണ് സംഭരിക്കുന്നത്. അപ്പോൾ ഭൂകാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ് മണ്ണിലടിയിൽ വളരുന്ന കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്നൊക്കെ പറയുന്നതാണ് ഉരുളക്കിഴങ്ങിന്റെ വേരല്ല, അത് ഉരുളക്കിഴങ്ങിന്റെ കാണ്ഡത്തിലാണ് എന്ത് ചെയ്യുന്നത്? അതിനെ സംഭരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഭൂകാണ്ഡത്തിന് ഉദാഹരണമാണ്. അത്രയുമാണ് 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സസ്യലോകത്തെ നമ്മൾ അടുത്തറിഞ്ഞു കഴിഞ്ഞു. അത്രയും ഭാഗങ്ങളാണ് സ്കൂൾ പുസ്തകത്തിലെ സസ്യജാലത്തെ കുറിച്ച് പറയുന്നത് 5ാം ക്ലാസ്സിൽ. ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിൽ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും കൂടുതൽ വസ്തുതകൾ പഠിക്കാനുണ്ട്. 5ാം ക്ലാസ്സിലെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ തന്നെ 18 മിനിറ്റോളം ആയിരിക്കുകയാണ്. അപ്പൊ ഇനി ഈ വീഡിയോ നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നവർക്കും ബുദ്ധിമുട്ടാവും. ചെറിയ ചെറിയ വീഡിയോകൾ കാണാനാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. നമുക്ക് അതിനുശേഷം ബാക്കി വരുന്ന ഇനി 9 ചാപ്റ്ററുകൾ 5ാം ക്ലാസ്സിൽ കിടപ്പുണ്ട്. അതിന്റെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ഇടാം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ താഴെ കമന്റ് ഇടുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതുകൂടി പറയുക. ആദ്യത്തെ വീഡിയോ കൊണ്ടുള്ള തെറ്റുകൾ ക്ഷമിക്കുക. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.